ശ്രീ രാഹുൽ ഈശ്വർ ഇതിലിപ്പോൾ ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധിച്ച അതിനെതിരെ നിലകൊണ്ട ആളാണ് താങ്കൾ. ഇന്നിപ്പോൾ കോടതി പുനഃപരിശോധനാ ഹർജികൾ, കോടതിക്ക് മുൻപായ ഹർജികൾ വരികയാണ്. കോടതിയിൽ നിന്നുള്ള എന്താകും കോടതി തീരുമാനിക്കുക എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. പിന്നെ ആണ് സർക്കാർ നിലപാട് തിരുത്തുമെന്നും, അതായത് ഈ യുവതീ പ്രവേശനം വേണ്ട, വിലക്കുന്ന ഒരു എങ്ങനെയാണോ മുൻപുണ്ടായിരുന്നത് അതേ നടപടി തുടരുമെന്നും താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ശബരിമല യുവതി പ്രവേശനത്തെ എതിർത്ത് ആദ്യം അറസ്റ്റിലായത് എന്റെ മുത്തശ്ശി ദേവകി അന്തർജനമാണ്. രണ്ട്, എന്റെ അമ്മ മല്ലിക നമ്പൂതിരിയും. മൂന്നാമത് പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും. നാല്, ഞാനുമാണ്. ശബരിമലയ്ക്ക് വേണ്ടി 3 തവണ അറസ്റ്റ് ചെയ്തിരുന്നു. 20 ദിവസം ജയിലിൽ കടന്നു, നിരാഹാരം കിടന്നു. അന്ന് തന്നെ ഞങ്ങൾ അടക്കമുള്ള വിശ്വാസികൾ പറഞ്ഞു, ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ യുവതികൾ ശബരിമലയ്ക്ക് കയറൂ. അന്ന് ഞങ്ങളെ ഒരുപാട് പേര് പരിഹസിക്കുകയും ട്രോൾ ചെയ്യുകയും ചെയ്തു. അന്ന് ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത കാലത്തും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം മറുപക്ഷത്ത് നിൽക്കുന്ന കാലത്തും എതിർപക്ഷത്ത് സുപ്രീം കോടതിയുടെ വിധിയും സഖാവ് പിണറായി വിജയനും 10,000 പോലീസുകാരും നിൽക്കുമ്പോഴും ഞങ്ങൾ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ പറയുന്ന സത്യമാണ്. ഇനി രണ്ട്, ഞങ്ങൾ പറയുന്ന സത്യം എന്താണ്? ശബരിമലയിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് കയറുന്നത്. 1, 2, 3, 4, 5 അല്ല, ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് കയറുന്നത്. എന്റെ മുത്തശ്ശിയെ അമ്മയെ ശബരിമലയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അപ്പൊ ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാൻ യാതൊരു വിലക്കുമില്ല. ശബരിമലയിൽ യുവതികൾക്ക് ഒരു പ്രായ നിയന്ത്രണമുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ശബരിമലയിൽ സ്ത്രീ വിവേചനമില്ല, പകരം ഒരു പ്രായ നിയന്ത്രണമുണ്ട്. 3, അതിന് കാരണം എന്താണ്? ഓരോ അമ്പലത്തിലും ഓരോ പ്രതിഷ്ഠാ സങ്കല്പമാണ്. ശബരിമലയിലെ പ്രതിഷ്ഠാ സങ്കല്പം നൈഷ്ഠിക ബ്രഹ്മചര്യമെന്ന സ്വാമി അയ്യപ്പന്റെ സങ്കല്പമാണ്. എന്ന് പറഞ്ഞാൽ യുവതീ സാമീപ്യത്തിൽ നിന്ന് മാറി ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കപ്പെട്ട ഒരു പിൽഗ്രിമേജ് സിസ്റ്റമാണ്. 50 വയസ്സിന് മേലുള്ള സ്ത്രീകളെ മാളികപ്പുറമായിട്ടും 10 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ കൊച്ചു മാളികപ്പുറങ്ങളായിട്ടും കാണുന്നു. അതുകൊണ്ടാണ് അവർ വരുന്നതിൽ കുഴപ്പമില്ലാത്തത്. ഇത് ചരിത്രപരമായി സാധുതയുള്ളതാണ്. ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റിലും ഡോക്യുമെന്റിലും അടക്കം ശബരിമലയിലെ പ്രാക്ടീസ് ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം, വാർഡ് ആൻഡ് കോർണർ റിപ്പോർട്ട് വോളിയം 2. ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. ഞാൻ അവരുടെ കൃത്യമായിട്ടുള്ള പേര് മറന്നുപോയി. ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്, അതിനെതിരെ ഫൈൻ അടച്ചിട്ടുണ്ട്. മാത്രമല്ല അന്നും പലരും ഈ തമ്പുരാട്ടി വരെ ഉൾപ്പെടെയുള്ളവർ ശബരിമലയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ചരിത്രം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അന്ന് ശബരിമലയിൽ ഷൂട്ടിംഗ് നടത്തിയതിനെതിരെയായിരുന്നു അവർക്ക് ഫൈൻ അടയ്ക്കേണ്ട സാഹചര്യം വന്നത്. അല്ലാണ്ട് യുവതി അതായത് ആർത്തവ പീരീഡിൽ ശബരിമലയിൽ പ്രവേശിച്ചതായിരുന്നില്ല. അല്ല മാഡം, 2 കാര്യങ്ങൾ. ഒന്ന്, ആർത്തവവും ശബരിമലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദയവായി ഇത് മനസ്സിലാക്കുക. മെൻസ്ട്രുവേഷനും ശബരിമലയുമായി തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ശബരിമലയിലെ പ്രതിഷ്ഠാ സങ്കല്പവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രായ നിയന്ത്രണം. ഓർക്കുക, മെൻസ്ട്രുവേഷൻ ശബരിമലയിൽ ഒരു വിഷയമേ അല്ല. 10 മുതൽ 50 വയസ്സ് വരെ, പണ്ട് 12 മുതൽ 55 വയസ്സ് വരെയായിരുന്നു. 1991 എസ് മഹേന്ദ്രൻ വേഴ്സസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ കേരള ഹൈക്കോടതിയാണ് അത് 10 മുതൽ 50 എന്ന യുവതി പ്രായ നിയന്ത്രണമായി നിജപ്പെടുത്തിയത്. അതിനു മുമ്പ് അത് 12 മുതൽ 55 വയസ്സ് വരെയായിരുന്നു. അതിന്റെ റാഷണയിൽ, അതിന്റെ അടിസ്ഥാനം ബ്രിട്ടീഷുകാർ പോലും 1816 ഇറങ്ങിയ വോളിയം 2 വാർഡ് ആൻഡ് കോർണർ റിപ്പോർട്ട് അഥവാ മെമ്മോയർ ഓഫ് ദി സർവേ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ്സ്, പേജ് നമ്പർ 136, പാരാഗ്രാഫ് 4 മുതൽ ശബരിമലയെ കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത്, ഇവിടത്തെ ഡീറ്റി അഥവാ ദേവത നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, അതുകൊണ്ട് ഇവിടെ യുവതികൾ പ്രവേശിക്കാറില്ല എന്നാണ്. ഇനിയും അതും കൂടി അറിയണം. അതായത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു എന്ന് പറയുന്നത് പോലെ, ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് യാഹു എന്ന് പറയുന്നത് പോലെ, നമുക്ക് പരബ്രഹ്മം എന്നാണ് ഹിന്ദുക്കൾ പറയുന്നത്. എങ്കിലും ഹിന്ദുക്കൾക്ക് വ്യത്യസ്ത ഈശ്വരന്മാരുണ്ട്, ദേവതമാരെന്നാണ് ഇതിനെ വിളിക്കുക. ഇതിനെ ഡീറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇംഗ്ലീഷിൽ. ഓരോ ക്ഷേത്രത്തിലും ഓരോ പ്രതിഷ്ഠയാണ്. ശബരിമലയിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനാണ്. എന്നാൽ വേറൊരു അമ്പലത്തിൽ നൈഷ്ഠിക ബ്രഹ്മചാരി അയ്യപ്പന്റെ പ്രതിഷ്ഠയല്ല. അപ്പൊ ഓരോ അമ്പലത്തിലെയും പ്രതിഷ്ഠാ സങ്കല്പങ്ങൾക്കനുസരിച്ചാണ് അവിടുത്തെ വിശ്വാസം, ആചാരം, അനുഷ്ഠാനം തുടങ്ങിയ കാര്യങ്ങൾ ക്രോഡീകരിക്കപ്പെടുന്നത്. നോർത്ത് ഇന്ത്യയിലെ പല മാധ്യമങ്ങൾക്കും നമ്മുടെ ചില ലിബറൽ പുരോഗമന മാധ്യമങ്ങൾക്കും ഇത് സ്ത്രീ വിവേചനമാണ് എന്ന് തെറ്റായി കരുതുന്നതാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഉദാഹരണം